എം.വി. ഗോവിന്ദനെ വിമർശിച്ചും മുഖ്യമന്ത്രിയെ പ്രശംസിച്ചും സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി ചർച്ച. സ്ഥാനമാനങ്ങളെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവർക്കാണെന്നും CM ഓഫീസ് മുതൽ പാർട്ടി സെന്റർ വരെ കണ്ണൂർക്കാരെ കൊണ്ട് നിറഞ്ഞുവെന്നും വിമർശനമുയർന്നു. ഇടത് സർക്കാരിന് നയവ്യതിയാനമാണെന്നും പൊതുചർച്ചയിൽ പ്രതിനിധികൾ വിമർശിച്ചു. റഹീസ് റഷീദും ആർ റോഷിപാലുമുണ്ട്. വിശദാംശങ്ങളുമായി ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനത്തിനെതിരെയും സിപിഐഎം സംസ്ഥാന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് റഹീസിലേക്കാണ്. റഹീസ്, സർക്കാരിന്റെ സമീപനത്തിനെതിരെ, പ്രത്യേകിച്ച് ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള സമീപനത്തിനെതിരെയൊക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ വിമർശിച്ചിരിക്കുന്നു എന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടാണ് പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ചതാണ്. അത് കണ്ണൂരിലേക്ക് ഒഴുകുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് എന്ന രീതിയിലേക്ക് മാറുന്നു എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിനീത, പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ചയിൽ ഇതുവരെ 17 പേരാണ് പങ്കെടുത്തത്. ഓരോ ജില്ലയിൽ നിന്ന് ഓരോരുത്തർ വീതവും മറ്റ് ചില ജില്ലകളിൽ നിന്ന്, അതായത് 3 ജില്ലകളിൽ നിന്ന് 2 പേർ വീതവും ബാക്കി ജില്ലകളിൽ നിന്ന് ഓരോരുത്തരും വീതം പങ്കെടുത്തു. ആ ചർച്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ പ്രശംസയാണ് പൊതുവായി ആ ചർച്ചയിൽ ഉണ്ടായത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൃത്യമായി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ മന്ത്രിസഭയിൽ പ്രവർത്തനത്തിനകത്ത്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതിനകത്ത് ഉയർന്ന പ്രവർത്തനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മറ്റ് മന്ത്രിമാരുടെ പ്രവർത്തനം പ്രതീക്ഷയ്ക്കത്ര ഉയരുന്നില്ല എന്ന കാര്യം പറയുന്നു. ഒപ്പം മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതായത് പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുമ്പോൾ അതിന് മറുപടി നൽകാൻ മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ രംഗത്ത് വരാത്ത ഒരു പ്രശ്നമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി എന്നിട്ടും അതൊക്കെ മറികടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സമയത്ത് പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് കയ്യടിയുമുണ്ടായി. സംസ്ഥാന സെക്രട്ടറിയായ എം.വി. ഗോവിന്ദന് രൂക്ഷ വിമർശനമാണ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിലേറ്റവും അധികം വിമർശിച്ചത് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി സംസാരിച്ച CITയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ PB ഹർഷകുമാറാണ്. PB ഹർഷകുമാർ മൂല്യവും മെറിറ്റും നോക്കി കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ആളാണ് പാർട്ടി സെക്രട്ടറി. പക്ഷേ അധികാര കേന്ദ്രങ്ങളിലേക്ക്, സുപ്രധാന പദവികളിലേക്ക് ആളുകളെ നിയമിക്കുമ്പോൾ അത് കണ്ണൂരുകാർ മാത്രമാകുന്നു. കണ്ണൂരിനെന്താ ഏതെങ്കിലും തരത്തിലുള്ള സംവരണം ഈ പാർട്ടിക്കകത്തുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഒപ്പം എം.വി. ഗോവിന്ദൻ്റെ വിമർശനത്തിന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ AKG സെൻറ്ററിലെ ഓഫീസ് സെക്രട്ടറി വരെയുള്ളവർ കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ്, മറ്റുള്ള ആളുകളെ പരിഗണിക്കുന്നില്ല. അതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഹർഷകുമാർ മറ്റു കാര്യങ്ങൾ പറഞ്ഞത് നേതാക്കളുടെ സാമ്പത്തിക പശ്ചാത്തലങ്ങൾ പരിശോധിക്കണം എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ചില പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഈ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ, പത്തനംതിട്ട ജില്ലകൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് അത്തരം കാര്യങ്ങൾ ഉള്ളത് എന്നാണ് പറയുന്നത്. ഒപ്പം ആശാ വർക്കർമാരുടെ സമരം, തൊഴിലാളികൾ, ശരി, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. റഹീസ്, നമുക്ക് റോഷിപാലിലേക്ക് കൂടി പോകണം. ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള സർക്കാർ സമീപനത്തിനെതിരെ റോഷിപാൽ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മനസ്സിലാക്കുന്നു. നേരത്തെ തന്നെ ഉയർന്ന വിമർശനങ്ങൾ, അതായത് PSC അംഗങ്ങൾക്ക് സ്വർണ്ണക്കരണ്ടിയിൽ ശമ്പളം നൽകുമ്പോൾ ആശാ വർക്കർമാരെ മറന്നോ എന്നാണ് പ്രതിനിധികൾ ചോദിക്കുന്നത്, അല്ലേ? വിനീത, ഇതിൽ പ്രധാനം ഒന്ന് സർക്കാർ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാടാണ്. ആ നിലപാടിനെതിരെയുള്ള വിമർശനമാണ് ഈ പ്രതിനിധി സമ്മേളനത്തിലെ ഈ പൊതു ചർച്ചയിൽ ഉയർന്നത്. ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് അവിടെ PSC അംഗങ്ങളുടെ ചെയർമാന്റെ അടക്കം ശമ്പളം വർദ്ധിപ്പിച്ച കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശക്തമായ വിമർശനം അംഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് സമരം ഒത്തുതീർക്കണമെന്ന നിലപാടാണ്. സ്വർണ്ണക്കരണ്ടിയിൽ ഈ PSC അംഗങ്ങൾക്ക് ശമ്പളം വാരിക്കോരി കൊടുക്കുന്നു എന്ന രീതിയിൽ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. ആശാവർക്കർമാരെ തൊഴിലാളികളാണ്, അവർക്ക് ആ പരിഗണന പോലും നൽകാൻ സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാന വിമർശനമായി ഉയരുന്നത്. ആശാവർക്കർമാരുടെ സമരം ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതേസമയം ഈ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർക്കാൻ അത് കേന്ദ്രത്തിന്റെ നിലപാടാണ്, അതിന് വെല്ലുവിളിയായി മാറുന്നത് എന്ന നിലപാട് സർക്കാരും സ്വീകരിക്കുന്നു.
ഈ ഘട്ടത്തിലാണ് ഈ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിനീത, ശരി, ഏറ്റവും ശ്രദ്ധേയമാണ്. ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. പ്രതിനിധി സമ്മേളനത്തിൽ നാളെ ഉച്ചവരെ സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകളാണ് നടക്കുക. അതിനുശേഷം മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിലും ചർച്ചകളുണ്ടാവും. മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുകയും ചെയ്യും. റഹീസ് റഷീദും ആർ റോഷിബാലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.